നമ്മുടെ പഠന വിഷയം. അതിൽ 4ഉം 5ഉം അധ്യായങ്ങളായിരുന്നു നമ്മൾ പഠിച്ചു വന്നത്. 6 മുതൽ ഉള്ള ഭാവികാല സംഭവങ്ങളുടെ ചുരുള് അഴിക്കുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ നേരിടുന്ന ഒരു ആശയക്കുഴപ്പത്തിന് ഒരു തീരുമാനം, ദൈവവചനപ്രകാരം ഒരു തീർപ്പ് തിരുവചനപ്രകാരം കണ്ടെത്താനുള്ള ശ്രമത്തിൽ ബൈബിൾ ചില കാര്യങ്ങൾ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ഇന്നതാണ് അത് അല്ലെങ്കിൽ ഇത് എന്ന് തിരുവെഴുത്ത് പറയാതിരിക്കും. അങ്ങനെ ദൈവവചനം ഇന്നതാണ് എന്ന് വ്യക്തതയോടെ പറയാത്ത കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായങ്ങൾ മാത്രമാണുള്ളത്. ആ അഭിപ്രായങ്ങൾ പലരുടേതും പല നിലകളിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ ദൈവവചനത്തിന്റെ മറ്റ് ഭാഗങ്ങളുടെയും കൂടെ സഹായത്തോടെ നാം അങ്ങനെയുള്ള വ്യക്തതയില്ലാത്ത വിഷയങ്ങളിൽ വ്യക്തത വരുത്തുവാനാണ് ശ്രമിക്കുക. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 6 മുതൽക്കുള്ള അധ്യായങ്ങളിലെ വിഷയങ്ങൾ പലതരം വ്യാഖ്യാനങ്ങൾ അതിനുണ്ട്. പലതരം വ്യാഖ്യാനങ്ങളിൽ ഒരു വ്യാഖ്യാനമാണ് ഭാവികാല സംഭവങ്ങളാണ് അവ എന്ന തരത്തിൽ ഉള്ള വ്യാഖ്യാനം. അത് ചരിത്രത്തിൽ നിറവേറിയ സംഗതികളാണ് എന്ന് വിശ്വസിക്കുന്നവരും ധാരാളമുണ്ട്, അങ്ങനെ പഠിപ്പിക്കുന്നവരും ധാരാളമുണ്ട്. എന്നാൽ പൊതുവെ ദൈവസഭകൾ വിശ്വസിക്കുന്നത് അത് ഭാവി കാലങ്ങളിൽ സംഭവിപ്പാനിരിക്കുന്ന വസ്തുതകളാണെന്നാണ്. പ്രത്യേകിച്ച് 1-ാമത്തെ അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇനിമേൽ സംഭവിപ്പാൻ ഉള്ളത്. ചിലർ ആ വിഭജനത്തെയും വിശ്വസിക്കാത്തവരാണ്. പക്ഷേ വ്യക്തതയോടെ അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നതിന് പ്രയാസമില്ല. ചിലർ പറയുന്നത് ഇത് വെറും ഒരു എന്താണ് പറയുന്നത്, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ മേലുണ്ടായ ഉപദ്രവങ്ങളും റോമൻ ഗവൺമെന്റിന്റെ സഭയുടെ മേലുള്ള അക്രമങ്ങളും, പക്ഷേ സഭ ആ അക്രമങ്ങളെ അതിജീവിച്ചതിന്റെ ഒരു ചരിത്ര അവലോകനവുമാണിത്. So there are so many people who believe that the book of Revelation, the descriptions, the things recorded in the book of Revelation, they are simply to encourage the persecuted church in the first century, when the church was going through severe persecution and opposition from the Roman government. But how the church prevailed, so it is to be taken in that historical aspect. This is what some people think and teach. ചിലർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ചരിത്രപരമായി നാം ഇതിനെ കണ്ടാൽ മതിയെന്ന്, ഭാവിപരമായിട്ട് അതിനെ കാണേണ്ടതില്ല. ആദിമ നൂറ്റാണ്ടിൽ റോമൻ സർക്കാരിൽ നിന്ന്, അതിനു മുമ്പ് യഹൂദന്മാരിൽ നിന്നും സഭ നേരിട്ട തീവ്രമായ ഉപദ്രവങ്ങളും കഷ്ടതകളും, ഒടുവിൽ സഭ എങ്ങനെ അവയെല്ലാം അതിജീവിച്ചു. And some people believe it is just like a fiction, ഒരു ഭാവനാത്മകമായ സാഹിത്യ രചനയായി ഇതിനെ കാണുന്നവർ. Just to depict
how good prevails the evil. നന്മ എങ്ങനെ തിന്മയെ കീഴടക്കുന്നു എന്നതിന് ഒരു നോവല് പോലെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സാഹിത്യം. അതിനെ അപ്പോക്കാലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് വിളിക്കാറുണ്ട്. അതിനെ ഭാവികാല സാഹിത്യ രചന എന്ന് ചിലർ സംബോധന ചെയ്യുന്നു. അങ്ങനെ മാത്രം എഴുതപ്പെട്ട ഒന്നാണിത് എന്ന് കരുതുന്നവരുമുണ്ട്. മറ്റൊരു കൂട്ടരാണ് ഇത് മഹോപീഡന കാലത്തെ കാര്യങ്ങളൊന്നുമല്ല, പ്രത്യേകിച്ച് ദൈവസഭകൾ പാരമ്പര്യമായിട്ട് വിശ്വസിച്ചു വരുന്ന സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന നിഷേധാത്മകമായ ഒരു സമീപനമുണ്ട്. കേവലം വർത്തമാനകാല സംഭവങ്ങളുമായി മാത്രം അതിനെ കോർത്തിണക്കിക്കൊണ്ട് പഠിപ്പിക്കുന്ന പഠിപ്പീരുകൾ ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ 5-6 അധ്യായങ്ങൾക്ക് ഇടയിൽ മറ്റു ചില പഠനങ്ങളെ തിരികെ കയറ്റിയത്. വെറുതെ പറഞ്ഞു പോയാൽ മതിയായിരുന്നു സഭയുടെ പാരമ്പര്യമായ വിശ്വാസം ഇതാണ് എങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു പോയേനെ. പക്ഷെ കുറച്ചും കൂടെ അതിനെ ആധികാരികതയോടെ നമുക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ചാണ് ഈ ഒരു വിഷയത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു വരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് കരുതുന്നു. അതിന്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് പഠിച്ചത്, 2 ദിവസമായിട്ട് നമ്മൾ പഠിച്ചത് യേശുക്രിസ്തു വരുമോ ഇല്ലയോ, അതായിരുന്നു നമ്മുടെ ആദ്യത്തെ ചിന്താവിഷയം. ദൈവവചനമായ ബൈബിൾ അത് ദൈവവചനമായി തന്നെ, ദൈവശ്വാസീയമായ ദൈവവചനമായി തന്നെ നമ്മൾ കാണുന്നത് കൊണ്ട് പുറത്തേക്ക് പോയി തെളിവുകൾ എടുക്കുവാൻ നമ്മൾ ശ്രമിച്ചില്ല. ബൈബിളിൽ തന്നെ നിന്നുകൊണ്ട് നാം ക്രിസ്തുവിന്റെ വരവ് നടക്കുമോ എന്ന് കാണാനാണ് ശ്രമം നടത്തിയത്. എന്റെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ. അതിൽ നമ്മൾ പ്രധാനമായും 10 തെളിവുകളാണ് തിരുവെഴുത്തിൽ നിന്ന് യേശുക്രിസ്തു വരും എന്നുള്ളതിന് വേണ്ടി കണ്ടത്. സ്തോത്രം. ആ വിഷയങ്ങളിൽ എന്തെങ്കിലും സന്ദേഹങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. പാസ്റ്റർ, 10ാമത്തെ പറഞ്ഞ ഹോളി സ്പിരിറ്റ് ക്രിസ്തു വരുമെന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു. അന്നേരം ക്രിസ്തു വന്ന് പോയ പിന്നെ ഹോളി സ്പിരിറ്റ് ഇവിടെ കാണുമോ, അതോ ഹോളി സ്പിരിറ്റും സഭയുടെ കൂടെ പോവോ? പെന്തക്കോസ്ത് നാളിൽ നമ്മുടെ ഇടയിലേക്ക് വന്ന ആ ഹോളി സ്പിരിറ്റ് സഭ പോകുന്ന കൂടെ സഭയുടെ കൂട്ടത്തിൽ ഇവിടുന്ന് പോകുമോ? അതെ, സഭയ്ക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ക്രിസ്തു തന്നത്. യോഹന്നാൻ 14, 16, 17 വാക്യങ്ങൾ, ജോൺ 14, 16 and 17 വേഴ്സസ്. അവിടെ നമ്മൾ കാണുന്നത് നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന്. അപ്പോൾ നമ്മോട് കൂടെ ഇരിക്കുവാനാണ് പരിശുദ്ധാത്മാവിനെ തന്നത്. 17-ാം വാക്യത്തിൽ പറയുന്നു, ലോകത്തിന് അവനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിയുകയില്ല. ലോകം പരിശുദ്ധാത്മാവിനെ അറിയുന്നില്ല. 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയോ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ മതി. ലോകം പരിശുദ്ധാത്മാവിനെ അറിയുകയോ പിന്നെ അറിയുകയോ
ചെയ്യുകയാൽ എന്നാണോ? കാണുകയോ ചെയ്യായികയാൽ. സ്തോത്രം. ലോകം പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ ലോകത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനും കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് എക്സ്ക്ലൂസീവായി ദൈവസഭയ്ക്ക് വേണ്ടി മാത്രം നൽകപ്പെടുന്ന ദാനമാണ്, ലോകത്തിനല്ല. കഴിഞ്ഞ ദിവസം ആരോ തെറ്റായ ചില ഉപദേശങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ, ആരാണെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, പറയുകയുണ്ടായി, ചില ന്യൂജൻ ആത്മാവിനെ വിൽക്കുന്ന പുള്ളികൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്ന ചില പദങ്ങളാണ് ഇമ്പാർട്ടേഷൻ എന്നൊക്കെ. ഇമ്പാർട്ടേഷൻ, പകർച്ച. അപ്പോൾ ഈ ആത്മാവിനെ ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന ചില പുള്ളികളുണ്ട്. അങ്ങനെയുള്ളവരെ ചില തെരുവുകളിലും പൊതുയോഗങ്ങളിലും ഒക്കെ പോലും നിന്നുകൊണ്ട് ആൾക്കാരെ വിളിച്ച് ഇവരുടെ മേൽ ആത്മാവിനെ കൊടുക്ക, പകര എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ രക്ഷിക്കപ്പെടാത്ത ക്രിസ്തുവിനുള്ളവരല്ലാത്തവർക്ക് നൽകപ്പെടുന്നതല്ല പരിശുദ്ധാത്മാവ്. സഭയ്ക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ്. The Holy Spirit is exclusively for the church. സഭയോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ട്. എപ്പോൾ, എന്തുദ്ദേശത്തിന് വേണ്ടിയാ? വീണ്ടെടുപ്പിൻ നാളിന് വേണ്ടി. ഫോർ ദ ഡേ ഓഫ് റിഡംഷൻ. ആ വീണ്ടെടുപ്പിൻ നാള് എന്ന് പറയുന്നത് എന്നാണ്, അല്ലെങ്കിൽ ഏതാണ്? ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത, യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷത, അല്ലെങ്കിൽ വിശുദ്ധന്മാർ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്ന സമയം. വിശുദ്ധന്മാരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിൻ സമയമാണ് ഈ വീണ്ടെടുപ്പിൻ നാൾ എന്ന് പറയുന്നത്. അത് യേശുക്രിസ്തു മേഘങ്ങളിൽ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ മാത്രമാണ്. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ, 1 യോഹന്നാൻ 3:2-3 വാക്യങ്ങൾ, ഇങ്ങനെ പല ഭാഗങ്ങളിൽ അക്കാര്യം വ്യക്തമാക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് സഭയോടൊപ്പം ഉണ്ട്. സഭയെ വീണ്ടെടുപ്പ് നാളിനു വേണ്ടി ഒരുക്കി. സഭയുടെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്ന അനുഭവം പ്രാപിക്കുന്നതോടുകൂടെ സഭയ്ക്ക് വേണ്ടിയുള്ള പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ, പ്രത്യേകിച്ച് ഭൂമിയിൽ ഉള്ള ശുശ്രൂഷ അവസാനിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് സഭയിലേക്ക് ഇറങ്ങി വരുന്നതിന് മുൻപ് എങ്ങനെ ലോകത്തിൽ പ്രവർത്തിച്ചിരുന്നുവോ അങ്ങനെ തന്നെ സർവവ്യാപിയായ പരിശുദ്ധാത്മാവാം ദൈവം സഭയുടെ ഉൽപ്രാവണ അനന്തരവും ഭൂമിയിൽ അല്ലെങ്കിൽ മുഴു സൃഷ്ടിയിലും പ്രവർത്തന നിരതനായിരിക്കും. രണ്ടും നമ്മളുടെ വ്യത്യാസം മനസ്സിലായല്ലോ. പഴയ നിയമകാലത്തും പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു, പുതിയ നിയമകാലത്തും ഉണ്ട്. വ്യത്യാസം, പുതിയ നിയമകാലത്തെ പോലെ അഭിഷേകമോ ശക്തീകരണമോ മുദ്രയിടീലോ സ്നാനമോ നിറവോ
അങ്ങനെയുള്ള അനുഭവങ്ങൾ പഴയ നിയമ കാലത്ത് ഇല്ലായിരുന്നു. പ്രത്യേക ശുശ്രൂഷകൾക്കായി ആത്മാവ് ചിലരെ ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ നിലകളിലൊക്കെ സഭയുടെ ഉൽപ്രാപണാനന്തരവും പരിശുദ്ധാത്മാവ് ഭൂമിയിൽ പ്രവർത്തന നിരതനായിരിക്കും. അതാണ് ഇന്നലെ പറഞ്ഞത്. സഭയോട് കൂടെ പരിശുദ്ധാത്മാവിനെ നാം കാണുന്നു എങ്കിൽ അത് ക്രിസ്തു വന്നില്ല എന്നുള്ളതിന് തെളിവും ക്രിസ്തു വരും എന്നുള്ളതിന് ഉറപ്പുമാകുന്നത്. ആത്മാവിന്റെ ശുശ്രൂഷ സഭയ്ക്ക് വേണ്ടി മാത്രമാണ് ആ നിലയിൽ ഉള്ളത്. വ്യക്തമായോ? അല്ല, അന്നേരം സഭ പോയാ പിന്നെ ആർക്കെങ്കിലും രക്ഷപ്പെടുവാന് ഉള്ള ഉത്തേജനമോ പ്രയോജനമോ ആത്മാവിൽ കൂടെ കിട്ടുമോ? ആ ഉള്ള ആത്മാവിൽ കൂടെ കിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അതറിയാൻ വേണ്ടിയാ ഞാനൊന്ന് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് 7-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് എണ്ണമറ്റ ഒരു പുരുഷാരത്തെ ജാതികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി മഹാപീഡനകാല വിശുദ്ധന്മാരായി നാം കാണുന്നു. അതിന്റെ ഒരു ക്ലിയറൻസിന് വേണ്ടിയാ ഞാൻ നേരത്തെ അതൊക്കെ ചോദിച്ചത്. താങ്ക് യു. എന്ന് വിചാരിച്ച് ആരും മഹാപീഡന കാലത്ത് രക്ഷിക്കപ്പെടാമെന്നും കരുതി ഇപ്പോഴത്തെ സമയം ഉഴപ്പിക്കളയരുത്. എന്നോട് ചില അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന്ന് രക്ഷിക്കപ്പെടുന്നവരാരും മണവാട്ടി സഭയിൽ പെടുന്നവരായിരിക്കുമല്ലോ. അല്ല, അവർ നരകശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും. ശരി, മറ്റൊന്നുമില്ലെങ്കിൽ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ മാറ്റം വലിയ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് ഉണ്ട്, അതോടൊപ്പം സഭയുടെ സാന്നിധ്യമാണ് ഇന്ന് എതിർ ക്രിസ്തു ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാതെ തടയുന്നത്. സഭയോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിനേക്കാൾ സഭ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. പാരമ്പര്യമായ പരിശുദ്ധാത്മാവെന്നാ പറയുന്നത്. അല്ല, പരിശുദ്ധാത്മാവ് മാറണം അവിടെ പഠിപ്പില്ല. പരിശുദ്ധാത്മാവ് ആ നിലയിൽ മാറുന്നില്ലല്ലോ. ഇന്ന് എപ്പോഴും നമ്മള് പഴയ നിയമത്തിൽ നോക്കിയാലും എന്തുകൊണ്ട് സൊദോം ഗൊമോറയിൽ ദൈവം ന്യായവിധി ചൊരിയുവാൻ താമസിച്ചു? എന്താണ് ദൂതന്മാർ പറഞ്ഞത്? നിങ്ങൾ ലോത്തിനോടും കുടുംബത്തോടും നിങ്ങൾ ഇവിടെ നിന്നും ഈ പട്ടണത്തിൽ നിന്നും പോയിട്ടല്ല. അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയെ തടഞ്ഞു നിർത്തിയിരുന്നത് നീതിമാന്മാരെന്ന് അന്ന് വിളിക്കപ്പെട്ട, പിന്നീട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എന്നാൽ അന്ന് നീതിമാന്മാരെന്ന് ദൈവം കണ്ട ലോത്തിന്റെയും കുടുംബത്തിന്റെയും സാന്നിധ്യമായി. അവരോട് കൂടെ ആ ദൂതന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ ആ ദൂതന്മാരുടെ സാന്നിധ്യമായിരുന്നില്ല ദൈവിക ന്യായവിധിയെ സൊദോം ഗൊമോറയുടെ മേൽ ചൊരിയുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയത്. കാരണം അന്ന് സൊദോം ഗൊമോറയിൽ ദൂതന്മാർ സൊദോം ഗൊമോറയിൽ ഉള്ളപ്പോൾ തന്നെ സൊദോം ഗൊമോറമേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ മഴ പെയ്തിറങ്ങിയിരുന്നെങ്കിലും അത് ആരെ ബാധിക്കില്ലായിരുന്നു?
ലോത്തിനെ അല്ല, ദൂതന്മാരെ ലോത്തിനെ ബാധിച്ചേനെ, പക്ഷേ ദൂതന്മാരെ ബാധിക്കത്തില്ലായിരുന്നു. ലോത്തിന്റെ ഭവനത്തിലേക്ക് വന്ന 2 ദൂതന്മാർ അവർ സൊദോം ഗോമോറയുടെ മേൽ ഉള്ളപ്പോൾ തന്നെ, സൊദോം ഗോമോറയിൽ ഉള്ളപ്പോൾ തന്നെ തീയും ഗന്ധകവും ആകാശത്തു നിന്നും പെയ്തിരുന്നെങ്കിൽ ആ ദൂതന്മാർക്ക് അത് നിമിത്തം എന്തെങ്കിലും ദോഷം വരുമായിരുന്നോ? ഇല്ല. സംശയമാണോ എല്ലാവർക്കും? സംശയമല്ല, ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സഭയോടൊപ്പം ഇവിടെ ഉണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ട്, ഈ ഉള്ളപ്പോൾ എതിർ ക്രിസ്തുവിന്റെ ഭരണം തുടങ്ങി എന്ന് വെച്ച് പരിശുദ്ധാത്മാവിന് എന്തെങ്കിലും ദോഷമുണ്ടോ? ഒന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ അത് നിമിത്തം പീഡ ഉണ്ടാകാൻ ഇടയുള്ളത് ആർക്കു മാത്രമാണ്? സഭയ്ക്ക്. അതുകൊണ്ടാണ് സൊദോം ഗോമോറയിൽ നിന്ന് ആ നീതിമാന്മാരായ ലോത്തിനെയും കുടുംബത്തെയും ന്യായവിധി പകരുന്നതിന് മുമ്പ് പുറത്താക്കിയത്. അവരെ അവിടെ നിന്നും പുറത്താക്കിയെന്ന് പറഞ്ഞാൽ വിടുവിച്ചു കൊണ്ടുപോയി. അവരവിടെ ഉള്ളിടത്തോളം, അവരെ പട്ടണത്തിൽ നിൽക്കുന്നിടത്തോളം ദൈവിക ന്യായവിധി ചൊരിയപ്പെടാൻ സാധ്യത. മോശയുടെ സമയത്ത് മത്സരികളായ കോരഹും കൂട്ടരും ഒടുവിൽ ഒരു യോഗമൊക്കെ വിളിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. എന്നിട്ട് അവർ കുറ്റക്കാരെന്ന് കണ്ട് ദൈവം ശിക്ഷ വിധിക്കുകയാണ്. അപ്പോഴും എന്താ പറഞ്ഞത്? കോരഹിന്റെയും കൂട്ടരുടെയും ഇടയിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുകയും അവരെ അവിടെ നിന്നും മാറ്റി, അതായത് മറ്റുള്ളവരെ അവരുടെ കൂട്ടത്തിൽ നിന്നും മാറ്റിയ ശേഷമാണ് അവരുടെ മേൽ ന്യായവിധി പകർന്നത്. ഇതുപോലെ മഹാപീഡനകാലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ന്യായവിധി പകരപ്പെടുന്ന കാലങ്ങളാണ്. ദൈവം ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന ജാതികളുടെ മേലും യഹൂദന്മാരുടെ മേലും ശിക്ഷ വിധിക്കുന്ന കാലഘട്ടം. പ്രത്യേകിച്ച് യഹൂദന്മാരെ വീണ്ടെടുക്കുന്ന പ്രക്രിയ തീയിലൂടെ ശോധന കഴിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഇവിടെ നിന്നും മാറേണ്ടത് പരിശുദ്ധാത്മാവല്ല, ദൈവത്തിന്റെ സഭയാണ്. കാരണം ജഡത്തിൽ വസിക്കുന്നത് സഭയാണ്. തീർച്ചയായിട്ടും പാരമ്പര്യമായി നമ്മൾ പറയുന്നതും വിശ്വസിച്ചു വരുന്നതും പ്രസംഗിക്കുന്നതും പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്നും മാറണമെന്നാണ്. പക്ഷേ ഈ ദൈവീക ന്യായവിധിയെ തടഞ്ഞു നിർത്തുന്നത് എവിടെയും ഏത് കാലത്തും വിശുദ്ധന്മാരുടെ അഥവാ നീതിമാന്മാരുടെ സാന്നിധ്യമായിരുന്നു. നമ്മൾ പല പ്രാവശ്യം ആ കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം. സൊദോം ഗൊമോറയെ ദൈവം നശിപ്പിക്കുവാൻ എന്തല്ലായിരുന്നു കാരണം, എന്തായിരുന്നു എന്ന്. പാപികളുടെ പെരുപ്പമായിരുന്നില്ല, നീതിമാന്മാരുടെ കുറവായിരുന്നു. നീതിമാന്മാർ കുറവായപ്പോൾ ദൈവം എന്തു ചെയ്തു? ആ കുറവായ ദൈവത്തിന്റെ കണക്കിൽ എണ്ണത്തിൽ താണുപോയ വിശുദ്ധന്മാരെ, നീതിമാന്മാരെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. എന്നിട്ട് നീതികെട്ടവരുടെ മേൽ ദൈവത്തിന്റെ ക്രോധം പകർന്നു. ഇതുപോലെ തന്നെയാണ് ഉൽപ്രാവണത്തിലും സംഭവിക്കുന്നത്. ദൈവത്തിന്റെ ക്രോധം തടഞ്ഞു നിർത്തുവാൻ ദൈവത്തിന്റെ കണക്കിൽ എത്രയാണ് നമുക്കറിയില്ല. ആ കണക്കിൽപ്പെട്ട നീതിമാന്മാർ ഇവിടെ ഉള്ളപ്പോൾ അവർ നിമിത്തം ദൈവത്തിന്റെ ക്രോധം ഇങ്ങനെ താങ്ങി തടഞ്ഞു നിർത്തപ്പെടുന്നു. എന്നാൽ ആ സംഖ്യയിൽ കുറയുമ്പോൾ സൊദോം ഗൊമോറയിൽ നിന്നും
ലോത്തിനെ കുടുംബത്തെയും, ന്യൂനപക്ഷമായ മൈനോറിറ്റിയായ ലോത്തിനെ കുടുംബത്തെയും വലിച്ചു മാറ്റിയതുപോലെ ന്യൂനപക്ഷമായി തീരുന്ന വിശുദ്ധന്മാരെ ഭൂമിയിൽ നിന്നും എടുത്തു മാറ്റും. നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ അന്ന് ദൈവക്രോധം പകരപ്പെടാത്ത സ്ഥലങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടേക്ക് അവരെ മാറ്റി നിർത്തി. എന്നാൽ ഇനിയും വരുവാൻ പോകുന്ന പീഡനകാലത്ത് ദൈവക്രോധം പകരപ്പെടാത്ത ഒരു സ്ഥലവും ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് വിശുദ്ധന്മാരെ ദൈവം മാറ്റി നിർത്തുന്നത് ഭൂമിയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ആയിരിക്കില്ല, മറ്റൊരു ഗ്രഹത്തിലേക്കായിരിക്കും. അതുകൊണ്ട് പാരമ്പര്യമായ നമ്മുടെ പരിശുദ്ധാത്മാവ് തടുക്കുന്നവൻ എന്ന് പറയുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവിന്ന് ആരോടൊപ്പം വസിക്കുന്നുവോ ആ സഭയാണ്, വിശുദ്ധന്മാരുടെ സംഘമാണ് ദൈവത്തിന്റെ ക്രോധം പകരപ്പെടാതെ ഭൂമിയെ ഇന്നും സൂക്ഷിച്ചു നിർത്തുന്ന സസ്റ്റൈനിങ് പവർ എന്ന് പറയുന്നത്. നാം മത്തായി 5-6-7 അധ്യായങ്ങളിൽ പഠിച്ചപ്പോൾ ഭൂമിയുടെ ഉപ്പായി ദൈവം സഭയെ, ക്രിസ്തു ശിഷ്യന്മാരെ കണ്ടിരിക്കുന്നത് പോലെ നാം ഉപ്പായി ദൈവത്തിന്റെ ക്രോധത്താൽ ഭൂവാസികൾ നശിച്ചു പോകാതെ അവരെ സംരക്ഷിക്കുന്ന ഘടകമാണ്. ലോകക്കാരത് അറിയുന്നില്ല. അവര് നമ്മളെ ഉപദ്രവിക്കുന്നു, നമ്മളെ ഓടിച്ചു കളയുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ഇതാണ് വാസ്തവം. വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നത് ദൈവത്തിന്റെ ക്രോധം ഭൂമിമേൽ പകരപ്പെടുന്നതിന് കാരണമാണ്. സഭയോടൊപ്പം പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായ സത്യമാണ്. അപ്പോൾ സഭ എത്രത്തോളം ഇവിടെ ഉണ്ടാകുമോ, വിശുദ്ധന്മാർ എത്രത്തോളം കാലം ഇവിടെ ഉണ്ടാകുമോ, അത്രത്തോളം കാലം ദൈവത്തിന്റെ ക്രോധം പകരപ്പെടാതെ സൂക്ഷിക്കപ്പെടുന്നു. നമ്മുടെയൊക്കെ ഇടയില് യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ടല്ലോ, സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുമ്പിൽ നിർത്തിയിട്ട് ഒളിപ്പോരാളികൾ അവരുടെ മറവിൽ ഒളിച്ചിരിക്കുന്നു. കാരണം ഒരു യുദ്ധ നിയമമാണ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിരപരാധികളെയും ഒന്നും കൊല്ലരുതെന്നുള്ളത്. അതുകൊണ്ട് അക്രമം നടത്തുന്നവർ അങ്ങനെയുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ പാർക്കുന്ന ഇടങ്ങളിൽ പോയി ഒളിച്ചിരിക്കുക, അല്ലെങ്കിൽ ഭീകരവാദികൾ സാധാരണ ജനങ്ങളുടെ പാർപ്പിട ഇടങ്ങളിലേക്ക്, പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോയി ഒളിച്ചിരിക്കുക, അവരെ കൊണ്ടുള്ള കവചം തീർക്കുക, ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതുപോലെ ഇത് വ്യാജമായിട്ടല്ല, ദൈവം തന്നെ ഭൂമിയിൽ വിശുദ്ധന്മാരുടെ സാന്നിധ്യത്തെ അറിഞ്ഞുകൊണ്ട് അവർ നിമിത്തം അബ്രഹാം പ്രാർത്ഥിച്ചതുപോലെ ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ കൊല്ലുമോ നിഗ്രഹിക്കുമോ? ഇല്ല. ആ വ്യവസ്ഥയനുസരിച്ചാണ് നമ്മൾ പറഞ്ഞത് പരിശുദ്ധാത്മാവാണ് തടുക്കുന്നവൻ എന്ന് പറയുന്നതിനേക്കാൾ പരിശുദ്ധാത്മാവ വസിക്കുന്ന ദൈവസഭയുടെ സാന്നിധ്യമാണ് എതിർ ക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടുവാൻ തടസ്സമായിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ശരി, എങ്കിൽ അടുത്ത ഒരു ഭാഗം, സഭ മഹാപീഡനത്തിലൂടെ പോകും എന്ന് പറയുവാനുള്ള, അല്ലെങ്കിൽ പറയുന്നവർ ഉയർത്തിക്കാണിക്കുന്ന മറ്റൊരു വാദം 70 ആഴ്ചവട്ടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. സഭ മഹാപീഡനത്തിലൂടെ പോകും, അല്ലെങ്കിൽ മഹാപീഡനത്തിന്റെ മധ്യത്തിലോ മഹാപീഡനത്തിന്റെ ഒടുവിലോ മാത്രമേ യേശു വരൂ, സഭ എടുക്കപ്പെടൂ എന്ന് പറയുന്നവർ
ഉന്നയിക്കുന്ന വാദം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ദാനിയേൽ 9-ാം അധ്യായത്തിലെ ഈ 70 ആഴ്ചവട്ടങ്ങൾ, അതിൽ നമ്മൾ കണ്ടു 69 ആഴ്ചവട്ടങ്ങൾ പൂർത്തീകരിച്ചു. ഇനി ഒരാഴ്ചവട്ടം ബാക്കി. നമ്മളുടെ പഠനത്തിലും വിശ്വാസത്തിലും 69-നും 70-നും ഇടയിൽ സഭാ കാലയളവ് വന്നിട്ടു. എന്നാൽ സഭ മഹാപീഡനത്തിലൂടെ പോയ ശേഷമേ എടുക്കപ്പെടൂ എന്ന് പറയുന്നത് ആ ഒരു ഗ്യാപ്പ് തിയറി വിശ്വസിക്കുന്നില്ല. 69-ാം ആഴ്ചവട്ടത്തിനും 70-ാം ആഴ്ചവട്ടത്തിനും ഇടയിൽ സഭാ കാലയളവ് എന്ന ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന്, ഒരു വിടവുണ്ടെന്ന് അവർ കരുതുന്നില്ല. അവർ പക്ഷെ ആ ഗ്യാപ്പിനെയാണ് കൃപായുഗമെന്ന് നമ്മളൊക്കെ പറയുന്നത്. അതെ, കൃപായുഗമെന്നോ സഭായുഗമെന്നോ വിളിക്കുന്നത് ആ ഗ്യാപ്പിനെ. പക്ഷെ ഈ പഠിപ്പീര് ചെയ്യുന്നവർ അത് വിശ്വസിക്കുന്നില്ല. അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, അവരുടെ ഉപദേശം ഈ 70 ആഴ്ചവട്ടം തുടർമാനമായി നടക്കുന്നു. അതുകൊണ്ട് ഇനിയും സംഭവിക്കാനിരിക്കുന്ന ഒരു 7 വർഷം 70-ാം ആഴ്ചവട്ടം എന്നൊന്നില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പെന്തക്കോസ്തിലെ പ്രധാന ചില പാസ്റ്റേഴ്സ് തന്നെ അങ്ങനെ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഉപദേശങ്ങൾ വളരെ ശക്തിയോടെ പലരും ഏറ്റെടുക്കുന്നുമുണ്ട്. അവരുടെ വാദം മനസ്സിലായോ? അവരുടെ വാദം സഭ മഹാപീഡനത്തിലൂടെ പോകും എന്നതിനേക്കാൾ മഹാപീഡനകാലമെന്നും പറഞ്ഞ് ഒരു 70-ാം ആഴ്ചവട്ടം ഇല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. കാരണം 70 ആഴ്ചവട്ടം തുടർച്ചയായി നടക്കുന്നു എന്നാണ് അവരുടെ വാദം. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും നമ്മൾ പഠിച്ചതുപോലെ ദാനിയേൽ 9-ന്റെ 24-ഉം 25-ഉം 26-ഉം വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ പുരുഷൻ ഛേദിക്കപ്പെടുന്നത് വരെ 7-ഉം 62-ഉം ആഴ്ചവട്ടങ്ങൾ. നമ്മളതിനെക്കുറിച്ച് കണ്ടിരുന്നു. യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയാൻ കൽപ്പന കിട്ടിയത് ആർക്കാണ്? ഓർമ്മയുണ്ടോ? നെഹമ്യ. നെഹമ്യാവാണ് യെരൂശലേം പട്ടണത്തെ പണിതത്, നഗരത്തെ പണിതത്, നഗര മതിലുകൾ പണിതത്. അഹശ്വരേഷ് അദ്ദേഹത്തിന് കൽപ്പന കൊടുക്കുന്നു. ആ കൽപ്പനയുടെ ദിവസങ്ങളും സമയമൊക്കെ നമ്മൾ നോക്കിയതായിരുന്നു, അതിലേക്കൊന്നും മടങ്ങിപ്പോകുന്നില്ല. അന്നു മുതൽ അഭിഷിക്തനായ പുരുഷൻ ഛേദിക്കപ്പെടുന്നത് വരെ. അഭിഷിക്തനായ പുരുഷൻ എന്നത് യേശു ക്രിസ്തു, മശിഹ, ക്രിസ്തു, അഭിഷിക്തൻ. അപ്പോൾ അഭിഷിക്തനായ മശിഹയുടെ ഛേദനം എന്ന് പറഞ്ഞാൽ ക്രൂശീകരണം. അതുവരെയാണ് 7-ഉം 62-ഉം ആഴ്ചവട്ടങ്ങൾ. അതായത് 69 ആഴ്ചവട്ടങ്ങൾ ക്രൂശീകരണത്തോടുകൂടെ പൂർത്തിയായി. എന്നാൽ
70-ാം ആഴ്ചവട്ടം അതിനോട് ചേർന്ന് പൂർത്തിയായില്ല എന്നാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ വിശ്വസിക്കുന്നത്. അതിനെ ഇവർ പരിഹാസത്തോടുകൂടെ കാണാറുണ്ട്. അവിടെ ഒരു ഗ്യാപ്പും നമ്മൾ കാണുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത്? അവിടെ 69-നും 70-നും ഇടയിൽ ഗ്യാപ്പ് ഉള്ളതായി, അതിനിടയിൽ സഭാ കാലയളവുള്ളതായി കാണുന്നില്ലല്ലോ. ശരിയാണ്, അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് കാണുന്നില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നില്ല. അവിടെ നമുക്കത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അതിനിടയിൽ ഒരു സഭാ കാലയളവ് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നോക്കാം. യെശയ്യാ 61-ാം അധ്യായം. അതിന്റെ 2-ാമത്തെ വാക്യം. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. അതാണോ? അത്ര മതി. 1-ാം വാക്യം മുതലാണ് അത് താഴോട്ട് ഒരു 4-5 വാക്യങ്ങളെങ്കിലും വായിച്ചെങ്കിലേ ആ സെന്റൻസ് പൂർത്തിയാകുന്നുള്ളൂ. പക്ഷെ മുഴുവൻ വാചകങ്ങളും വായിച്ചാൽ പിന്നെ നമുക്ക് വേണ്ട ആ ഭാഗം വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് അത് വിടുന്നു. നമുക്ക് പരിചയമുള്ള ഭാഗം. നമ്മുടെ കർത്താവായ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയെ കുറിച്ച് യെശയ്യാവ് പ്രവചിക്കുക. പ്രവചിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. യഹോവ അഭിഷേകം ചെയ്ത കാര്യം, സദ്വർത്തമാനം എളിയവരോട് ഘോഷിക്കുവാൻ വേണ്ടി ഉള്ള അഭിഷേകത്തെക്കുറിച്ചും അങ്ങനെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് അവിടെ പറഞ്ഞു വരുന്നു. യേശുവിന്റെ ശുശ്രൂഷയിലെ ഒരു കാര്യം എന്താണ്? 2-ാം വാക്യത്തിൽ പറഞ്ഞത്, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാൻ. പ്രസാദ വർഷവും പ്രതികാര ദിവസവും രണ്ടും ഒന്നാണോ? സ്തോത്രം. ഒന്ന് വർഷവും മറ്റേത് ദിവസവുമാണ്. അതെ, അതിന്റെ അർത്ഥം പ്രസാദ വർഷം, ദൈവത്തിന്റെ പ്രസാദകാലം വർഷങ്ങൾ പോലെ നീണ്ടു കിടക്കുന്നത്. ന്യായവിധി അല്പകാലത്തേക്കുള്ളത്, ദിവസം പോലെ മാത്രം. വർഷവും ദിവസവും തമ്മിലുള്ള വ്യത്യാസം പോലെയുണ്ട്. അതുകൂടാതെ ഇത് രണ്ടും ഒരുമിച്ച് ഒറ്റവാചകത്തിൽ കോമ പോലുമില്ലാതെ പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് രണ്ടും ഒരുമിച്ച് നടക്കുന്ന കാര്യമാണോ? ഒരേ സമയത്ത് നടക്കുന്ന കാര്യമാണോ പ്രസാദ വർഷവും പ്രതികാര ദിവസവും? അല്ലല്ലോ. അല്ല. ഇവയ്ക്കിടയിൽ എത്ര കാലത്തെ ഗ്യാപ്പ് ഉണ്ട്? ഗ്യാപ്പ് തിയറി ഇവിടെ ഉണ്ടോ? ഇല്ല. ഗ്യാപ്പ് തിയറി ഇവിടെ ഉണ്ടോ? ഇല്ലേ? ഗ്യാപ്പുണ്ട്. അപ്പോൾ 69-ഉം 70-ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ ഗ്യാപ്പ് തിയറി എന്ന് വിളിക്കപ്പെടുന്ന സംഗതി ഉണ്ടെങ്കിൽ ഇവിടെയും എന്തുണ്ട്? ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ, ദൈവത്തിന്റെ പ്രസാദ വർഷത്തിനും പ്രതികാര ദിവസത്തിനും ഇടയിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2024 വർഷത്തെയെങ്കിലും ഗ്യാപ്പായി. രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നെന്ന് കരുതി രണ്ടും ഒരുമിച്ച് നടക്കുന്ന കാര്യമാണോ? അല്ല. അതുകൊണ്ട് യേശു കർത്താവ് ഇതിനെപ്പറ്റി പ്രസംഗിച്ച
ഒരു ഭാഗമുണ്ട്. അവിടെ നോക്കിയാലും നമുക്ക് ആ കാര്യം വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം, ലൂക്ക് 4:19. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ 61-ാം അധ്യായം ആദ്യ ഭാഗം, യേശുവിന്റെ ശുശ്രൂഷയുടെ ആദ്യ സമയത്ത് സിനഗോഗിൽ, യഹൂദ പള്ളിയിൽ പോയി യേശു വായിച്ചു. എന്നിട്ട് അതിനെപ്പറ്റി യേശു ഒരു പ്രസംഗം നടത്തി. അതിൽ യേശു യെശയ്യാ 61 നമ്മളിപ്പം വായിച്ച ഭാഗമാണ് ഇവിടെ ഉദ്ധരിച്ചതല്ലേ? വ്യത്യാസം വല്ലതും ഉണ്ടോ? എന്റെ കൂടെ നിങ്ങൾ കൂടെ അല്ല, ആ സെയിം കൊട്ടേഷൻ എടുത്തിട്ടേക്കുന്നത്, ആ സെയിം വേർഡ്സ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഡേ ഓഫ് വെഞ്ചൻസ് പറഞ്ഞിട്ട്, ഡേ ഓഫ് വെഞ്ചൻസ് പറഞ്ഞു. അതെ, വ്യത്യാസമുണ്ട്. യേശു യെശയ്യാ 61 വായിച്ചത്. പക്ഷേ എടുത്തു പറഞ്ഞപ്പോൾ കർത്താവ് പ്രസാദ വർഷത്തെ കുറിച്ചേ പറഞ്ഞുള്ളൂ. പ്രതികാര ദിവസത്തെ കുറിച്ച് യേശു അവിടെ പറഞ്ഞില്ല. കാരണം ക്രിസ്തു അന്ന് ഭൂമിയിൽ ജഡത്തിൽ വെളിപ്പെട്ടത് പ്രസാദ വർഷത്തെ പറ്റി അറിയിക്കാനാ. എന്ന് പറഞ്ഞാൽ രക്ഷിക്കുവാൻ വേണ്ടിയ, ന്യായം വിധിക്കാനല്ല. ആ രക്ഷണ്യ പ്രവൃത്തിക്കും ന്യായവിധിക്കും തമ്മിൽ ദീർഘ സംവത്സരങ്ങളുടെ ഒരു വിടവുണ്ട്. ഇപ്പോഴത്തെ കണക്കിന് തന്നെ 2000-ൽ പരം വർഷങ്ങൾ. ഇനിയും എത്ര കാലം മുൻപോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. കർത്താവ് എന്ന് വരുമെന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ കണക്കിൽ തന്നെ ഈ സഭാകാലം അതിനിടയിൽ കയറിയിട്ടുണ്ട്. ഏതിനിടയിൽ? പ്രസാദ വർഷത്തിനും പ്രതികാര ദിവസത്തിനും ഇടയിൽ സഭാ കാലഘട്ടമുണ്ട്. ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക, നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതുപോലെ തന്നെയാണ് ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടങ്ങളിൽ 69-നും 70-നും ഇടയിലുള്ള വിടവ്. അതുകൊണ്ട് അത് തുടർമാനമായി സംഭവിച്ചതാണെന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ തിരുവെഴുത്തിൽ ഒരു തെളിവുകളുമില്ല. ഇത്രയും വ്യക്തമാണോ? വ്യക്തമാണ്. പക്ഷെ അവരുടെ വാദഗതി എന്താണ്? അവരുടെ വാദഗതി ഞാൻ ഈ പറഞ്ഞത്, അങ്ങനെ ഒരു സംഗതി ഇല്ല എന്ന്. അല്ല, അതിന് ഉപോത്ബലകമായിട്ടുള്ള 69-നും 70-നും ഇടയിൽ ഗ്യാപ്പില്ല. അപ്പൊ ഈ വാക്യങ്ങൾ അവര് വിശ്വസിക്കുന്നില്ലേ? നമ്മളിപ്പോ ഇല്ല, അതുകൊണ്ട് അവർ പറയുന്നത്. ഗ്യാപ്പില്ലെങ്കിൽ ഇത് എന്നേ തീർന്നു പോയില്ലേ സാർ? ഗ്യാപ്പില്ലെങ്കിൽ എന്താ വെച്ചാ പറഞ്ഞേ? ഗ്യാപ്പില്ലെങ്കിൽ ഇത് 70 ആഴ്ചവട്ടമൊക്കെ എന്നേ കഴിഞ്ഞില്ലേ? അതെ, അവരെന്താ പറയുന്നത്? 70 ആഴ്ചവട്ടം തുടർമാനമായി കഴിഞ്ഞു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവർ പറയുന്നതും പഠിപ്പിക്കുന്നതും. പെന്തക്കോസ്തിലെ പ്രധാന ചില ഉപദേശകരും അതിലുണ്ട്. ഞാൻ ആരുടെ പേരെടുക്കുന്നില്ല. അന്നേരം അവർക്ക് മഹോത്തരകാലം ഇല്ല അവരുടെ ഭാഷയിൽ. ഇല്ല. ഓക്കെ, അത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളതാണ്. ഇല്ല, 70 ആഴ്ചവട്ടം എവിടെ? ഒരാഴ്ച എന്ന് പറയുന്നത് അന്നേ കഴിഞ്ഞില്ലേ? ക്രൂശീകരണം വരെ 69 ആയെങ്കിൽ പിന്നെ 70-ന് 7 കൊല്ലം കൂടെ പോരെ? അത് തീർന്നു. അന്നേരം ഇപ്പോഴത്തെ കാലഘട്ടമോ എവിടെ കൊണ്ടുവച്ചു? ഇല്ല, അത് സഭാ കാലഘട്ടം നടക്കുന്നു. സഭാകാലഘട്ടം നിത്യതയാണോ? അല്ലല്ലോ. ഇല്ല, 70 കഴിഞ്ഞു. 69-നോട് ചേർത്ത് അത് കഴിഞ്ഞു.
ഇസ്രായേലിന്റെ പൂർണ്ണത വന്നിട്ടില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ, അവിടേക്ക് നമുക്ക് വരാം. പക്ഷെ അവര് പറയുന്നത് 69-നും 70-നും ഇടയിൽ ഗ്യാപ്പ് ഇല്ല, 70 തുടർമാനമായി തീർന്നു കഴിഞ്ഞു. ദൈവത്തിന്റെ ഇടപെടിയിൽ ആ നിലയിൽ ഇസ്രായേലിനോടുള്ളത് തീർന്നു കഴിഞ്ഞു. പിന്നെ എന്തിനാ ഈ വെളിപാട് പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ പറയുന്നു? അത് 30 കൊല്ലം കഴിഞ്ഞല്ലേ പറഞ്ഞു. നമുക്കതിലേക്ക് വരാം. അപ്പോൾ ഇതാണ് അവരുടെ വാദം. അവരിൽ ഒത്തിരി ഉപദേശങ്ങൾ പറയുന്നവരുണ്ട് കേട്ടോ. അതിലൊരു കൂട്ടർ പറയുന്നത് ഇസ്രായേൽ, അതായത് 27 മുതൽക്കുള്ള വാക്യങ്ങളിൽ വരുവാനുള്ള പ്രഭുവിന്റെ പടജ്ജനം യെരൂശലേം ദേവാലയത്തിൽ ആരാധന യാഗങ്ങൾ നിർത്തലാക്കുന്നതും ശൂന്യമാക്കുന്ന മ്ലേച്ഛത വയ്ക്കുന്നതുമൊക്കെ പറയുന്നത് AD 70 നിറവേറി എന്ന് പറയുന്ന മറ്റൊരു കൂട്ടം. AD 70 തീത്തോസ് കൈസർ യെരൂശലേം ദേവാലയം ആക്രമിച്ച് യെരൂശലേം ദേവാലയം അശുദ്ധമാക്കി, യെരൂശലേം ദേവാലയം നശിപ്പിച്ച് ഇസ്രായേൽ, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുവാൻ ഇടയായ ആ പ്രശ്നങ്ങൾ, ആ സംഭവങ്ങൾ ആണ്. അതുകൊണ്ട് അതിനൊരു ഭാവിപരമായ സംഗതിയില്ല, അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ അത് സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. എല്ലാവരും ഈ മഹോപദ്രവത്തെ നിഷേധിക്കുന്നവരോ സഭ മഹാപീഡനത്തിലൂടെ പോകും എന്ന് പറയുന്നവരോ ആയ എല്ലാവരും ഇത് വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കൂട്ടർ ഇങ്ങനെ വിശ്വസിക്കുന്നു. AD 70 സംഭവിച്ച ഇസ്രായേലിലെ യെരൂശലേമിലെ പ്രശ്നങ്ങളോടുകൂടെ ഇത് അവസാനിച്ചു എന്ന്. അല്ല, അങ്ങനെയാണ് പിന്നെ എപ്പോഴാ ഈ അത്തി എപ്പോഴാ തളിർക്കുന്നത്? അവരതൊന്നും വിശ്വസിക്കുന്നില്ല, അത്തിയുടെ തളിർപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില വാദഗതികളാണ് ഈ കൂട്ടരെ നമ്മൾ വിശ്വസിക്കുന്ന മഹാപീഡനത്തിന് മുമ്പ് യേശു വരുമെന്നും സഭ എടുക്കപ്പെടുമെന്നും സഭ മഹാപീഡനത്തിലൂടെ പോകയില്ലെന്നുമുള്ള ഉപദേശങ്ങളെ നിഷേധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. നമുക്ക് ഈ കാര്യങ്ങളെ നിഷ്പക്ഷതയോടെ നമ്മുടെ ഭാഗം വെച്ചുകൊണ്ടും പാരമ്പര്യ വിശ്വാസം ഇതാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ നോക്കുന്നില്ല. അവര് പറയുന്ന കാര്യങ്ങളെ നിഷ്പക്ഷതയോടെ നമുക്കൊന്ന് വിലയിരുത്താം. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ കണ്ടത്. ബൈബിൾ ഒറ്റ വാചകത്തിൽ പറയുന്ന കാര്യങ്ങളിൽ പലതിനും എന്തുണ്ട്? വലിയ ഗ്യാപ്പ് ഉണ്ട് ഇടയിൽ. ഒരു തെളിവ് നമ്മൾ കണ്ടു, യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട്. ഒരു തെളിവും കൂടെ ആ വിഷയത്തിൽ നമുക്ക് നോക്കാം. കാരണം അടുത്തതിലേക്ക് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ കയറിയാൽ തീരത്തില്ല. ഏതാണ്ട് 1 മിനിറ്റ് ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ ഗ്യാപ്പ് തിയറിക്ക് വേണ്ടി ഒരു തെളിവും കൂടെ യെശയ്യാവ് തന്നെ നമുക്ക് നോക്കാം. 52-ാമത്തെ അധ്യായം, അതിന്റെ 13-14 വാക്യം. 52, 13, 14 ആഴ്ച. എന്റെ ദാസൻ കൃതാർത്ഥനാകും, അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. അവന്റെ രൂപം നിൽക്കണേ 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, എന്റെ ദാസൻ കൃതാർത്ഥനാകും, ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും. ആരെക്കുറിച്ചാ? യേശുവിനെ കുറിച്ച്. യേശുവിന്റെ
എന്തിനെ സംബന്ധിക്കുന്നതാ ഇത്? ക്രൂശ് മരണത്തെ. 13-ാം വാക്യമോ? കൃതാർത്ഥനാകുന്നതും ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കുന്നതും. മഹത്വപ്രത്യക്ഷത, മഹത്വീകരണത്തെ, പ്രത്യക്ഷതയല്ല, ഗ്ലോറിഫിക്കേഷൻ, എക്സോൾട്ടേഷൻ, യേശുക്രിസ്തുവിന്റെ മഹത്വീകരണത്തെ കുറിച്ചാണ് 13-ാമത്തെ വാക്യം. ഇനി 14-ാം വാക്യം, അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപമായിരിക്കൊണ്ട് പലരും നിന്നെ കണ്ട് സ്തംഭിച്ചതുപോലെയാണ്. ഇതെന്തിനെ കുറിച്ചാ? ക്രൂശീകരണം. ക്രൂശീകരണം. കണ്ടോ, ഒറ്റ സ്ട്രെച്ചിൽ ഒരേ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് മഹത്വീകരണത്തെ കുറിച്ചാണ്. അതിനുശേഷമാണ് എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? കഷ്ടാനുഭവങ്ങളെ, ക്രൂശീകരണത്തെ കുറിച്ച്. വീണ്ടും 15-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് മഹത്വീകരണത്തെ കുറിച്ച്. അപ്പോൾ ബൈബിൾ പ്രവചനങ്ങൾ സീക്വൻസിലാണോ? ബൈബിൾ പ്രവചനങ്ങൾ ക്രമാനുഗതമായിട്ടാണോ? അല്ല. ഏറിയും കുറുകിയും കിടക്കുക, കേറിയും ഇറങ്ങിയും കിടക്കുക. 53-ാമത്തെ അധ്യായത്തിലും നമുക്ക് അതുപോലെ തന്നെ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 9-ാമത്തെ വാക്യം വരെ ഏകദേശം ക്രൂശീകരണത്തെയും കഷ്ടാനുഭവങ്ങളെയും കുറിച്ച് 53-ാം അധ്യായത്തിൽ. എന്നാൽ 10-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് ക്രിസ്തുവിന്റെ മഹത്വത്തെ പറ്റി കാണാം. പക്ഷേ വീണ്ടും 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ അടക്കത്തെ സംബന്ധിച്ച് 9-ാം വാക്യം വരെ ക്രൂശീകരണം, മരണം, കഷ്ടാനുഭവങ്ങൾ. 10ഉം 11ഉം വാക്യങ്ങൾ തേജസ്കരണം. 12-ാം വാക്യം പിന്നെയും അടക്കവുമായി ബന്ധപ്പെട്ട കാര്യം. കണ്ടോ, ഏറിയും കയറിയും ഇറങ്ങിയും കിടക്കുന്നത്. അവിടെയും ഈ തേജസ്കരണത്തിനും ക്രൂശീകരണത്തിനും അല്ലെങ്കിൽ ഉയർപ്പിനും അടക്കത്തിനും ഒക്കെ ഇടയിൽ എത്ര ഗ്യാപ്പുണ്ട്? സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ച അത്യന്തം ഉന്നതനായി രാജാക്കന്മാരൊക്കെ വായി പൊത്തി നിൽക്കുന്ന അവസ്ഥയിലേക്ക് യേശു ഇപ്പോൾ ആയിട്ടുണ്ടോ? ഇല്ല. അതെപ്പോൾ മാത്രമേ സംഭവിക്കൂ? ന്യായവിധിയിൽ. അതുപോലെ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽക്കുള്ള വാക്യങ്ങൾ, 8-ാം വാക്യം വരെ നാം കാണുന്നത് യേശുക്രിസ്തുവിന്റെ മരണം വരെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ 9 മുതൽക്കുള്ള വാക്യങ്ങളോ ക്രിസ്തുവിന്റെ മഹത്വീകരണം, തേജസ്കരണം. പക്ഷെ അവിടെ പറയുന്ന കാര്യങ്ങൾ ഒരുമിച്ചാണ് പറയുന്നതെങ്കിലും ഇടയിൽ ഗ്യാപ്പുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നതും ഈ സഭാകാലയളവാ. അത് മാത്രമല്ല, 9-ാമത്തെ വാക്യത്തിൽ കാണുന്ന എല്ലാ മുഴങ്കാലും മടങ്ങുന്ന, എല്ലാ നാവും യേശു കർത്താവ് നേറ്റു പറയുന്ന ആ കാര്യത്തിന് പിന്നെയുമുണ്ട് ഗ്യാപ്പ്. സഭാകാലയളവ് പ്ലസ് ഇനി മഹോപദ്രവകാലം അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, അതങ്ങ് വിട്ടൊരു തൽക്കാലം 7 വർഷം എന്നുള്ളത്. എന്നാലും 1000 വർഷമുണ്ട്. കാരണം ഈ ന്യായവിധി, യേശു മരിച്ചവരെ ന്യായം വിധിക്കുന്നത്
1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ സഭാ കാലയളവ് അധികം 1000 ആണ്ട് കാലയളവ്. ആ ഗ്യാപ്പുണ്ട് അവരൊറ്റ വാക്യത്തിനിടയിൽ തന്നെ. പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, വിശേഷിച്ച് 8ഉം 9ഉം വാക്യങ്ങൾക്കിടയിൽ തന്നെ സഭാ കാലയളവ് അധികം യേശുവിന്റെ സഹസ്രാബ്ദ വാഴ്ച, അത്രയും വിടവുണ്ട്. അപ്പോൾ ഈ വിടവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സാധാരണയായി കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തെങ്കിലും എഴുതിയിരിക്കുന്നെങ്കിൽ, ഒരുമിച്ച് എഴുതിയിരിക്കുന്നെങ്കിൽ അത് ഒരുമിച്ച് തന്നെ സംഭവിക്കണമെന്ന് നിബന്ധനയില്ല. അതുകൊണ്ട് 69ഉം 70ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ സഭാകാലയളവ് എന്ന ഒരു വിടവ് സംഭവിച്ചു എങ്കിൽ അതിൽ ഒരു വേദവിരുദ്ധതയും ഇല്ല. അത് വെച്ചുകൊണ്ട് 70ാം ആഴ്ചവട്ടം ഭാവിപരമല്ലെന്നോ അങ്ങനെ ഒരു സമയം ഇല്ലെന്നോ നിഷേധിക്കുവാൻ വചനപ്രകാരം സാധ്യമല്ല. ഈ പഠനം ഇവിടെ തീരുന്നില്ല. കർത്താവിന്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് എത്താം. ഇവിടം വരെ ഉള്ളത് ഒരുപക്ഷെ വ്യക്തമായി കാണുമായിരിക്കും. അതുപോലെ ഉൽപ്പത്തി 1-ാം വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ ഒരു വലിയൊരു ഗ്യാപ്പ്. അതെ അതെ, തീർച്ചയായും. വേണമെങ്കിൽ ഈ കൂട്ടർക്ക് അതും പറയാം, അങ്ങനെ ഒരു ഗ്യാപ്പ് അവിടെ ഇല്ലെന്ന്. ഏതായാലും വാക്യങ്ങൾക്കിടയിലെ വിടവ് ബൈബിളിൽ ഉൽപ്പത്തി 1 മുതൽക്ക് നമുക്ക് കാണുവാൻ പലയിടത്തും കാണും. അതിൽ ചില തെളിവുകളാണ് നമ്മൾ നോക്കിയത്. ഇത്രയും തെളിവുകൾ ആ കാര്യം സ്ഥിരീകരിക്കുവാൻ മതിയാകുമെന്ന് ഞാൻ കരുതുന്നു. ഏത് സമയത്തും നമ്മുടെ കർത്താവ് വരും. ആ വരവിനായി നമുക്കൊരുങ്ങാം. ഈ രാത്രിയിലും നമുക്ക് ആ പ്രത്യാശയോടെ പിരിയാം. ആ കർത്താവ് വരുവാൻ താമസമെങ്കിൽ നമുക്ക് തിങ്കളാഴ്ച ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.